ഈ പുതിയ അധ്യയന വർഷമായ 2024-25 കേരള സ്റ്റേറ്റ് സിലബസിലെ 7ാം ക്ലാസ്സിലെ പുസ്തകങ്ങളെല്ലാം മാറുകയാണ്. ഇക്കൊല്ലം മുതൽ പുതിയ പുസ്തകങ്ങളാണ് പഠിക്കുവാനുള്ളത്. അതിൽ സോഷ്യൽ സ്റ്റഡീസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ അധ്യായം മധ്യകാല ഇന്ത്യ. പുസ്തകം തുറന്ന് നോക്കുക. മുകളിൽ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇവ. ഇതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പരിചയമുണ്ടാകുമല്ലോ. സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. എവിടെയാണത്? പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. അപ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ടയുടെ ചിത്രമാണ് ചിത്രം 1 കൊടുത്തിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. അപ്പോൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. രണ്ടാമത്തേതോ ഇതേ കാലത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ്. രണ്ടാമത് കാണുന്നത് ദക്ഷിണേന്ത്യയിലെ വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ്. ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഗൾ ഭരണം. ആദ്യം മുഗൾ ഭരണം നോക്കാം. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇവർ ഇന്ത്യ ഭരിച്ചു. ഈ മുഗൾ ഭരണകാലത്തെ രാജാക്കന്മാരുടെ അഥവാ പ്രധാന ഭരണാധികാരികളുടെ പേരുകളാണ് ഈ താഴെ പദസൂര്യനിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ബാബർ 1526 മുതൽ 1530 വരെ. ഹുമയൂൺ 1530 മുതൽ 1540 വരെ. പിന്നെ 1555 മുതൽ 1556 വരെ. പിന്നീട് വന്നത് അക്ബർ 1556 ടു 1605. പിന്നീട് ജഹാംഗീർ 1605 ടു 1627. പിന്നീട് ഷാജഹാൻ 1628 ടു 1658. ഔറംഗസേബ് 1658 ടു 1707. അപ്പോൾ ആരൊക്കെയായിരുന്നു? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പോൾ പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാർ ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവരുടെയൊക്കെ ഒരു ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കണം. ഇവരുടെ ചിത്രങ്ങളെല്ലാം ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കൂ. ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ ഭരണത്തിൻ്റെ ഭൂപടമാണ്, മുഗൾ ഭരണം നടന്നിരുന്ന ഈ രാജ്യങ്ങളുടെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് നമ്മൾ ഇന്ത്യക്ക് പുറമെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കും കൂടി ഈ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 1 അഫ്ഗാനിസ്ഥാൻ കൊടുത്തിട്ടുണ്ട്. 2, 3 നമ്മൾ അതിൽ നിന്ന് നോക്കി എഴുതണം. ഭൂപടം നോക്കി അഥവാ മാപ്പ് നോക്കി എഴുതണം. 2ാമത്തെ പാകിസ്ഥാൻ, 3ാമത്തെ ബംഗ്ലാദേശ്. ഇനിയുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അടുത്തത് മുഗളരും 1ാം പാനിപ്പത്ത് യുദ്ധവും. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മുഗൾ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ബാബറാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂർ ആണ്. മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ യൂറോപ്യരാണ് 16ാം നൂറ്റാണ്ട് മുതൽ ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ യൂറോപ്യരാണ് മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് 16ാം നൂറ്റാണ്ട് മുതൽ. ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്.
ഈ പോയിന്റുകളൊക്കെ ഓർത്തു വയ്ക്കുക. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പോൾ ബാബർ എങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ, അതായത് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് കാബൂളിലെ ഭരണാധികാരിയായിരുന്നു ബാബർ കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. പിന്നെ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധി അദ്ദേഹം പരാജയപ്പെടുത്തി ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച്. ഇതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്നത്. വർഷം 1526. അപ്പോൾ അങ്ങനെ ഈ യുദ്ധവിജയത്തിലൂടെ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചു. അപ്പോൾ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് എങ്ങനെയാണ്? ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. ഇനി അടുത്തത് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലുള്ളത് ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം, അതായത് CE 1605 എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ്. വായിക്കാം. കിഴക്കിനെ ഉറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോൾ മുഗൾ രാജവംശത്തിലെ അക്ബർ ചക്രവർത്തി മരിച്ചതിന് ശേഷം ജെസ്യൂട്ട് പാതിരി പിയറി ജാറിക് എന്നൊരാൾ എഴുതിയ മരണാനന്തര കുറിപ്പാണിത്. CE 1605 എഴുതിയത്. അപ്പോൾ ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ കുറിപ്പ് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് എഴുതുക. എന്തൊക്കെ മനസ്സിലായി? അക്ബർ അതിശക്തനായ ചക്രവർത്തിയായിരുന്നു. അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു, ശക്തനായ ചക്രവർത്തിയായിരുന്നു. പിന്നെയോ തുല്യനീതി നടപ്പിലാക്കി. തുല്യനീതി എല്ലാവർക്കും, അതായത് ജാതിയും മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, സാമ്പത്തിക അസമത്വങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം എല്ലാവർക്കും തുല്യ നീതി നടപ്പിലാക്കി. പിന്നെയോ കരുത്തരോട് ശക്തമായും അശക്തരോട് അദ്ദേഹം കരുണയോടും പെരുമാറി. അല്ലേ? കരുത്തരോട് ശക്തമായി പെരുമാറി, അശക്തരോട്, അതായത് ശക്തിയില്ലാത്തവരോട് കരുണയോടും കൂടി അദ്ദേഹം പെരുമാറി. പിന്നെയോ പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചു. പ്രജകൾ ഈ അക്ബർ ചക്രവർത്തി ഒരുപാട് സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടായിരുന്നു. ഈ ചക്രവർത്തിയോട് ജനങ്ങൾക്കൊക്കെ വിധേയത്വം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അടുത്തത് ഒരു മുകളിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ അക്ബർ ചക്രവർത്തി വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. അപ്പോൾ 1575 തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് മാറ്റിയായിരുന്നു. അക്ബർ ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അവിടെ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചു. അതെന്തിനാണ് ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചത്? വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അതായത് വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും എല്ലാം ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് എല്ലാ മതങ്ങളും ഒരേപോലെയായിരുന്നു. ഒരു മതത്തോട് അദ്ദേഹം വേർതിരിവ് കാണിച്ചിരുന്നില്ല. അദ്ദേഹം മതസഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ഇബാദത്ത് ഖാനെ പണി കഴിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? വിവിധ മതങ്ങളിലെ പണ്ഡിതർക്കും പ്രമുഖർക്കും ഒത്തുചേരാനും മതസഹിഷ്ണുതാ നയത്തിന് രൂപം കൊടുക്കുവാനും വേണ്ടി.
ഇതൊരു ചോദ്യമാണ്. എന്തിനാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ അക്ബറിൻ്റെ മതസഹിഷ്ണുത നയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിൻ്റെയൊക്കെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഇതൊക്കെ. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. അപ്പോൾ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം, അഥവാ സുൽഹ് ഇഖുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. അതായത് എല്ലാവർക്കും സമാധാനം. അതായത് അദ്ദേഹം കൊടുത്ത ദർശനത്തിൻ്റെ പേരെന്താണ്? എല്ലാ മതങ്ങളുടെ നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി, എല്ലാവർക്കും സമാധാനം, അഥവാ സുൽഹ് ഇഖുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ദർശനങ്ങളും എന്നുള്ളത് എന്തായിരുന്നു? മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഫത്തേപൂർ സിക്രിയുടെ ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുക. അടുത്ത പാരഗ്രാഫ്. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുത നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. അപ്പോൾ ജസി എന്ന മത നികുതി അദ്ദേഹം നിർത്തലാക്കി. അപ്പോൾ ഭരണരംഗത്തും അദ്ദേഹം സഹിഷ്ണുത നയം പിന്തുടർന്നിരുന്നു. അതിൻ്റെ തെളിവാണ് ജസി എന്ന മതനികുതി അദ്ദേഹം നിർത്തലാക്കിയത്. പിന്നെയും മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. അതായത് ഈ മുഗൾ ഭരണത്തിൽ, അക്ബറിൻ്റെ മുഗൾ ഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും, ഏത് മേഖല എടുത്താലും അവിടെ എല്ലാ മതസ്ഥരെയും തുല്യമായി അക്ബർ ചക്രവർത്തി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ ഇവരൊക്കെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരാണ്. അപ്പോൾ ആരൊക്കെയാണ് അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവർ? രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻദാസ്, ബീർബൽ ഇവരെല്ലാം അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരാണ്. അതായത് താഴെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കുറിപ്പ് തയ്യാറാക്കുക. ആ കുറിപ്പ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അത് വായിക്കുക. അതായത് അദ്ദേഹം എന്തിനാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്? വിവിധ മതങ്ങളിലെ പണ്ഡിതർക്കും പ്രമുഖർക്കും ഒത്തുചേരാനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുത നയത്തിന് ഉദാഹരണമാണ് ഇതെല്ലാം. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ ഒരു ദർശന രൂപം കൊടുത്തിരുന്നു, ദിൻ ഇലാഹി അഥവാ എല്ലാവർക്കും സമാധാനം, സുൽഹ് ഇഖുൽ എന്ന് പറഞ്ഞ ഒരു ദർശനം അദ്ദേഹം രൂപപ്പെടുത്തിയതെല്ലാം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതാം. ഇനി താഴെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്, വായിക്കാം. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇഖുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂഖി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ അക്ബറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂഖി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്, പ്രസ്താവനയാണ് ഇപ്പോൾ വായിച്ചത്. ആര് എഴുതിയതാണ്? മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂഖി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ വായിച്ചത്. ഒന്നുകൂടി വായിക്കാം. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇഖുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ച കാര്യങ്ങളാണ് ജഹാംഗീർ എഴുതിയിരിക്കുന്നതാണ് തൻ്റെ ഓർമ്മക്കുറിപ്പിൽ. അപ്പോൾ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ അക്ബറിൻ്റെ നയങ്ങൾ എത്രമാത്രം സഹായകരമായെന്ന് ക്ലാസ്സുകൾ ചർച്ച സംഘടിപ്പിക്കാം. അപ്പോൾ ഈ പ്രസ്താവന ജഹാംഗീർ എഴുതിയ
പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ മുഗൾ ഭരണകാലത്ത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മതസഹിഷ്ണുത നിലനിർത്താൻ വേണ്ടി അക്ബറുടെ നയങ്ങൾ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ ആ ചർച്ചയിൽ ഇബാദത്ത് ഖാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുത നയത്തെക്കുറിച്ചും സുൽഹ് ഈക്കുൽ എല്ലാവർക്കും സമാധാനം എന്നുള്ള ദർശനത്തെക്കുറിച്ചൊക്കെ എഴുതാം. അടുത്തതായിട്ട് മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസാബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാരി സിസ്റ്റത്തെക്കുറിച്ച് 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യം വിപുലമാക്കുന്നതിനും ഈ അങ്ങനെ വിപുലമായ രാജ്യം നിലനിർത്തുന്നതിനും വേണ്ടി ഒരു ശക്തമായ സൈന്യം അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഇപ്പോൾ മാൻസബ്ദാരി സിസ്റ്റം അഥവാ മാൻസബ്ദാരി സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും സൈന്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഓരോ ഉദ്യോഗസ്ഥന് കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. മാൻസബ് എന്ന് വെച്ചാൽ എന്താണ്? ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് ഈ മാൻസബ്ദാർമാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. അവർക്ക് കൊടുത്തിരുന്ന ഭൂമിയിൽ നിന്നുള്ള നികുതി കിട്ടുന്നതനുസരിച്ചാണ് ഇവർ ഈ സൈന്യത്തെ എല്ലാം നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രമുഖരുടെയും സൈനികരുടെയും ഒക്കെ പിന്തുണ ആവശ്യമായിരുന്നു അല്ലേ. ഭരണം മുന്നോട്ട് കൊണ്ട് രാജാവ് തന്നെ വിചാരിച്ചാൽ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്രമുഖരുടെയും സൈനികരുടെയും എല്ലാം പിന്തുണ വേണമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാൻസബ്ദാരി സിസ്റ്റം അദ്ദേഹം നടപ്പിലാക്കിയത്. ഇനി മുഗളരുടെ മാൻസബ്ദാരി സിസ്റ്റത്തെക്കുറിച്ച് അഥവാ മാൻസബ്ദാരി സമ്പ്രദായത്തെക്കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് മാൻസബ്ദാരി എന്നുള്ളത് ഈ പാരഗ്രാഫിൽ അങ്ങനെ തന്നെ എടുത്തെഴുതാം. മുഗൾ ഭരണനീതി. ഒരു പിരമിഡിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ മുഗൾ ഭരണരീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിൽ, അതായത് മുഗൾ കാലഘട്ടത്തിലെ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്നുള്ളതാണ് ഈ പിരമിഡ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ സുബ, പിന്നെ സർക്കാർ, പിന്നെ വരുന്നത് പർഗാന, പിന്നെ ഗ്രാമം. അപ്പോൾ സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. ഇനി മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഒരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അപ്പോൾ ഈ സുബയും സർക്കാരും പർഗാനയും ഗ്രാമവും ഒക്കെ അക്ബറിൻ്റെ കാലത്താണ് ഈ ഭരണക്രമം അഥവാ ഈ ഘടന രൂപപ്പെടുത്തിയത്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈനാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പോൾ ഈ ചക്രവർത്തിയായിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരി, സർവ്വസൈനാധിപൻ, നിയമനിർമ്മാതാവ്, അന്തിമ ന്യായാധിപൻ. ഇതൊക്കെ ഈ ചക്രവർത്തി തന്നെയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് അഥവാ ഖാസിമാർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. അപ്പോൾ മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിന് ഇന്നത്തെ പോലെ കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല.
പകരം ആരായിരുന്നു? തദ്ദേശീയരായ, അതായത് ആ ദേശത്ത് തന്നെ ജീവിക്കുന്ന മതപണ്ഡിതന്മാർ, അവരെ വിളിച്ചിരുന്നത് ഖാസിമാർ എന്നായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഈ തർക്കങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളോ പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ തീരുമാനത്തിൽ അതൃപ്തി, അതായത് ഈ തീരുമാനം ന്യായമായില്ല, അല്ലെങ്കിൽ ഇത് അവർക്ക് അത് പക്ഷപാതം കാണിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ചക്രവർത്തിയോട് നേരിട്ട് എന്ന് പരാതി പറയാനുള്ള അവസരവും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയോ ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. ഇനി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അക്ബർ ചക്രവർത്തി ദിവാൻ ഇ ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവിടുത്തെ സോഷ്യൽ ഇക്കണോമിക് സിസ്റ്റം അഥവാ സ്ഥിതിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പോൾ മുഗൾ ഭരണകാലത്തെ സമൂഹത്തെക്കുറിച്ച് സോഷ്യോ ഇക്കണോമിക് അവസ്ഥയെക്കുറിച്ചൊക്കെ അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു സാമൂഹ്യ വ്യവസ്ഥിതി? ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. അന്ന് സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടുത്തിട്ട് സാധാരണക്കാരെ, ഏറ്റവും മുകളിൽ രാജാവ്, അങ്ങനെ ആയിരുന്നു അന്നത്തെ ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെയായിരുന്നു? വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. അവർക്ക് കിട്ടുന്ന വരുമാനം വേതനത്തെയൊക്കെ ആശ്രയിച്ചായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം. അതായത് കൂടുതൽ വേതനം കിട്ടുന്നവർ കൂടുതൽ നന്നായി ജീവിച്ചു, കുറവ് കിട്ടിയവർ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ ജീവിച്ചു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ഇതിലെല്ലാം വളരെയധികം വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ജീവിത രീതി, ഭക്ഷണത്തിലും വസ്ത്രത്തിലും എല്ലാം. പിന്നെയോ ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുഗൾ ഭരണം സ്ഥാപിച്ച ബാബറും തൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഇതിനെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ ബോക്സിലുള്ളത്, ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ഇത് എഴുതിയിരിക്കുന്നത് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? മുഗൾ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച് ആഗ്ര ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡമായിരുന്നു. പിന്നെയോ ഏതാണ്ട് 12 മൈൽ ദൂരം കൊണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരം മുഴുവനും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങാടികൾ കാണാമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് ഈ വിവരണം നൽകിയത്? ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫ് ഫിച്ച്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്? കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു.
നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ? നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ ഇവയൊക്കെയായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ. അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അബുൾ ഫസൽ ആരാണ്? മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു ഈ അബുൾ ഫസൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം തൻ്റെ പുസ്തകമായ അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നില്ല. അതായത് നികുതി കൊടുത്തിരുന്ന സമയം വരെ ഒഴിപ്പിച്ചിരുന്നില്ല. നികുതി കൊടുക്കാണ്ട് വരുമ്പോഴാണ് കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നത്. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പോൾ മുഗൾ ഭരണകാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗമെല്ലാം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ ജലസേചനത്തിനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്? പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നെയോ മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം എല്ലാം ഈ കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പോൾ മുഗൾ ഭരണകാലത്തെ കാർഷിക സമ്പ്രദായത്തെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ പാരഗ്രാഫിൽ വരുന്നത്. മുഗൾ ഭരണകാലത്തെ കൃഷി രീതികൾ, കാർഷിക അവസ്ഥ ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ പാരഗ്രാഫിലുണ്ട്. നന്നായിട്ട് വായിക്കുക. താഴെ ബോക്സിൽ അബുൾ ഫസലിനെ കുറിച്ച് ഒരു ചെറിയ വിവരണമുണ്ട്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിൻ്റെ ഉപദേശകനും ചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അപ്പോൾ അക്ബരിയും അക്ബർനാമയും രചിച്ചത് അബുൾ ഫസലാണ്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. പിന്നെയും അക്ബറിൻ്റെ ഉപദേശകനുമായിരുന്നു. അപ്പോൾ അബുൾ ഫസലിനെ കുറിച്ച് ഇത്രയും ഓർത്ത് വയ്ക്കുക. അടുത്തത്, കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. അപ്പോൾ കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ്, അതായത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർ കൃഷി ചെയ്തിരുന്നു. ആ ഉൽപ്പാദനങ്ങളുടെ വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി, അതായത് വേഗത്തിലാക്കി. അപ്പോൾ ഈ കച്ചവടം വേഗത്തിലായി, നഗരങ്ങളൊക്കെ പുതിയതായിട്ട് സ്ഥാപിച്ചു ഈ ഉൽപ്പാദന വർധനവ് കാരണം. അപ്പോൾ പിന്നെയോ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്ത് എന്ന് പറയുന്നത് ഗുജറാത്തിലെ തുറമുഖം വഴിയാണ് വിദേശ ചരക്കുകളെല്ലാം വന്നിരുന്നത്. അതെന്തൊക്കെയാണ്? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി. ഇതൊക്കെ പ്രധാനമായി കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങളാണ്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി. പ്രധാന കയറ്റുമതി ഇനങ്ങൾ അക്കാലത്ത് ഏതൊക്കെയായിരുന്നു? ഗുജറാത്തായിരുന്നു വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ തുറമുഖങ്ങൾ വഴിയാണ് വിദേശ ചരക്കുകൾ വന്നിരുന്നത്. എന്തൊക്കെയായിരുന്നു കയറ്റി വെച്ചിരുന്നത്? തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി ഇതൊക്കെയാണ് കയറ്റി വെച്ചിരുന്നത്. ജലഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ജലത്തിലൂടെയുള്ള ഗതാഗതം കാര്യമായി പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങൾ ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഇക്കാലത്തെ പ്രധാന നഗരങ്ങൾ? ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര ഇതൊക്കെയായിരുന്നു. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഈ മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ അത് ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്? നഗരങ്ങൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ധാക്ക എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് ഇന്ത്യയിലെ ബംഗാളിലാണ് മുർഷിദാബാദ്. ലാഹോർ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. സൂറത്തും ആഗ്രയും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പം ധാക്ക ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂറത്തും ആഗ്രയും ഇന്ത്യയിലും. അപ്പോൾ ഇന്ന് പുതിയ അധ്യായമായ നമ്മുടെ മധ്യകാല ഇന്ത്യയെ കുറിച്ചുള്ളത് ഇത്രയും പഠിച്ചാൽ മതി. ഇന്ന് അടുത്ത ഭാഗമായിട്ട് വീഡിയോ ഇടാം. നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക.